ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലോട്ട് ഉണ്ട്. 13 സെന്റാണ് ഈ ഒരു പ്ലോട്ടിന്റെ ഏരിയ. ഈ പ്ലോട്ടിലേക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നല്ലൊരു വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. അവർക്ക് വേണ്ടത് ഒരു 1500 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 BHK വീട് ചെയ്യുക എന്നുള്ളതായിരുന്നു. റിക്വയർമെൻ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സിറ്റ് ഔട്ട് വേണം, ഫോമൽ ലിവിങ് വേണം, ഒരു ഡൈനിങ്ങിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ, പിന്നെ 2 ബെഡ്റൂംസ്. അതിലൊരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്താൽ മതി. രണ്ടാമത്തെ ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമൊക്കെ വരുന്ന രീതിയിൽ ചെയ്യാനാണ്. ഒരു കോമൺ ടോയ്ലറ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, ഒരു പാറ്റിയോ സ്പേസ് കൊടുക്കാൻ പറഞ്ഞു. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം, ഒരു മാസ്റ്റർ ബെഡ്റൂം കൊടുക്കണം എന്നാണ് ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൈറ്റിൻ്റെ കോൺടെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. 13 സെൻറ്റാണ് പ്ലോട്ടിൻ്റെ ഏരിയ വരുന്നത്. റോഡ് പോകുന്നത് നോർത്തിലൂടെയാണ്. അപ്പോൾ വീട് ഫേസ് ചെയ്യുന്നത് നോർത്തിലേക്കാണ്. വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഒരു കണ്ടംപററി എലിവേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സ്ലോപ്പ് പ്രൂഫൊക്കെ വരുന്ന രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലാനിങ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മളൊരു സിറ്റ് ഔട്ട്, ഫോമൽ ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് നമ്മൾ കിച്ചൺ വർക്ക് ഏരിയയും കൊടുത്തിട്ടുള്ളത്. ക്ലയൻറ്റ് ആവശ്യപ്പെട്ട രീതിയിലാണ് അത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. വാസ്തു വരുന്നതിന് കാരണം എന്നുള്ളതാണ് ക്ലയൻറ്റ് സൈഡിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിൽ നമ്മളൊരു ബെഡ്റൂം കൊടുത്തു. ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം നമ്മൾ ഈ ഒരു ബാത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗസ്റ്റ് ബെഡ്റൂം നമ്മൾ സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് കൊടുത്തിട്ടുണ്ട്. കോമൺ ടോയ്ലറ്റ് കൊടുത്തു, ഒരു പാറ്റിയോ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റെയർ കേസ് കൊടുത്തു. ഫസ്റ്റ് ഫ്ലോറിൽ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ പ്ലാനിങ് സൈഡിൽ ഇത്രയുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എലിവേഷനിൽ നമ്മൾ നല്ലൊരു എലിവേഷൻ, ഒരു ചെറിയ വീടിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നല്ലൊരു എലിവേഷൻ കൊടുത്തിട്ട് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റ് നമ്മളോട് സ്ട്രിക്റ്റ്ലി പറഞ്ഞത് ഏരിയ ആയിരുന്നു. ഒരു 1500 സ്ക്വയർ ഫീറ്റിനകത്ത് ഈ ഒരു വീട് ചെയ്യണം എന്നുള്ളതായിരുന്നു. ബഡ്ജറ്റും അതിന് തക്ക രീതിയിലാണ് ക്ലയൻറ്റ് കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 BHK വീടിന് 1500 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതെല്ലാം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ചില കോൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എലിവേഷനൊക്കെ തന്നെ. ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ വരുന്ന 1149 സ്ക്വയർ ഫീറ്റാണ്. ഫസ്റ്റ് ഫ്ലോർ ഏരിയ 389 സ്ക്വയർ ഫീറ്റും. ടോട്ടൽ ഏരിയ വരുന്ന 1532 സ്ക്വയർ ഫീറ്റാണ്. റബ്ബർ തോട്ടത്തിൻ്റെ നടുക്ക് വരുന്നതുകൊണ്ട് തന്നെ വീടിൻ്റെ തൊട്ടടുത്ത് നെയ്ബേഴ്സ് ഒന്നും തന്നെയില്ല. കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലോട്ടാണ്. അതിൻ്റെതായുള്ള ഒരു മനോഹാരിത ഈ ഒരു പ്ലോട്ടിന് ഉണ്ടതാണ്. കാർ പോർഷൻ നമ്മൾ വീടിനോട് ചേർന്നല്ല കൊടുത്തിട്ടുള്ളത്. കുറച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമ്മൾ കാർ പോർച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓറിയൻറ്റേഷൻ സൈഡിൽ നമ്മൾ വാസ്തുവിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മൾ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലോട്ട് വരുന്നത് പാലക്കാട് ഒറ്റപ്പാലത്താണ്. അപ്പോൾ ഈ വീട് ഡിസൈൻ ചെയ്തതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.